എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ദമാമിൽ നിന്ന് റിയാദിൽ പോയിട്ട് അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് നേരെ ജിദ്ദയ്ക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇന്നിപ്പം നേരെ നമ്മൾ രാവിലെ ഇറങ്ങി. നമുക്ക് റിയാദിൽ പോയിട്ട് അവിടെ നമുക്കൊരു ചെറിയൊരു ഇൻസ്പെക്ഷനുണ്ട്. പിന്നീട് നേരെ ജിദ്ദ, അത് കഴിഞ്ഞ് നിയോം. അപ്പോൾ എല്ലാം കൂടെ ഇന്നും നാളെ കുറച്ച് ദിവസം നല്ല യാത്രയായിരിക്കും. അപ്പം ഇപ്പം നമ്മൾ റിയാദിലോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുള്ള് മരുഭൂമിക്കൂടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ടൗണോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ല. ഫുള്ള് വിജനമായ സ്ഥലമാണ്. ഉണ്ടോ, കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ സ്ഥിരം കാണുന്നതായതുകൊണ്ട് നമുക്കിത് വലിയതായിട്ട് തോന്നത്തില്ല. എന്നാലും നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വെച്ചു. നല്ല ഭംഗിയാണ്. ഇങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പല ഷേപ്പിൽ ഇങ്ങനെ കൂമ്പാരം ഇങ്ങനെ കിടക്കുന്ന, അത് മണൽത്തിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാൻ രസമാണ്. കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇതിൻ്റെ പല ഇടത്തെയും ഇതൊക്കെ മാറും. ഇപ്പോൾ ഇന്ന് കാണത്ത് അല്ല, പിന്നെ വേറൊരു ദിവസം കാണുന്ന അങ്ങോട്ടൊക്കെ മാറ്റം വരും. പിന്നീട് ഒട്ടുമിക്ക ഇടത്തും നമുക്ക് ചെറിയ പച്ചപ്പുല്ലുകൾ ഇങ്ങനെ കാണാം, ഇങ്ങനെ പുല്ല് കളിച്ച് വരുമ്പോൾ. അപ്പം നമുക്കിനി റിയാദിൽ പോയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ദമാമിൽ നിന്ന് യാത്ര ചെയ്ത് റിയാദിലെത്തി. നമ്മുടെ പഴയ തട്ടകം. റിയാദിൻ്റെ ആ ഒരു മെയിൻ സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, സിറ്റിക്കുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല രസമാണ് എല്ലായിടത്തും കാണാൻ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. റോഡിൽ എല്ലായിടത്തും നല്ല ഷേപ്പിൽ ഫുള്ള് പല പല തരത്തിലുള്ള അത് മരങ്ങളും ചെടികളും ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തരത്തിലുള്ള പനകളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് ഈ റോഡിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്തെല്ലാം ഈന്തപ്പനകൾ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ അവർ ഫണ്ട് ഇറക്കിയാണ് എല്ലാം ചെയ്തെടുത്തേക്കുന്നത്. ഇത്രയും എന്ന് വെച്ചാൽ ഇത്രയും വെള്ളത്തിനും ഒക്കെ ദൗർബല്യമുള്ളൊരു സ്ഥലത്ത് അവർ ഇത്രയും നല്ല രീതിയിൽ ചെയ്തെടുത്തേക്കുന്ന സത്യം പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെയാണ് അവരെല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പുതിയ പുതിയ പ്രോജക്ട്സുകളുടെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ഇത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ വേക്കൻസീസ് ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ 2030 വിഷൻ, മുഹമ്മദ് ബിൻ സൽമാൻ്റെ വിഷൻ 2030, അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ പ്രോജക്ട്സുകൾ വരുന്നുണ്ട്. പിന്നീട് ഫിഫ 2034 ഇവിടെ നടത്താനായിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് പ്രോജക്ട്സിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ഇവിടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ നമ്മളിവിടെ റിയാദ്, നമ്മളിവിടെ സിറ്റിക്ക് ഉള്ളിലായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ റിയാദിലെത്തി. ദമാമിൽ നിന്ന് 350 കിലോമീറ്റർ യാത്ര ചെയ്ത് റിയാദിലെത്തി. ഇനി ഇവിടെ നിന്നൊരു 950 കിലോമീറ്റർ യാത്ര ചെയ്ത് നേരെ ജിദ്ദയിലോട്ട്. ഒരു ദിവസം 1315 കിലോമീറ്റർ യാത്ര. നല്ല ബ്ലോക്കാണ്. ഹായ്, കുറേ നേരം കൊണ്ട് ഇങ്ങനെ ഇടന്ന് എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് പൊക്കോണ്ടിരിക്കുക.